Hello, Mopen Blogs and it's me guys. രേണുസുതി ആൻഡ് ബഷീർ ബാസി വിഷയത്തിൽ തുടങ്ങി ഇപ്പം പേഴ്സണലായിട്ട് പരസ്പരം തമ്മിൽ തല്ലുന്ന രണ്ടാൾക്കാർ. രേണുസുതിയുടെ കാര്യത്തിലായിരുന്നു തുടക്കം. അതായത് ഈ മൂപ്പൻ ബ്ലോഗ്സിലെ ശരത്തേട്ടൻ അവർ ഈ രേണുസുതി ബിഗ് ബോസിൽ പോയപ്പോൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, രേണുസുതിയുടെ PR ഏറ്റെടുത്തു എന്ന് കൈസക്ക പറഞ്ഞതിലായിരുന്നു തുടക്കം. അവിടെ തുടങ്ങി അവസാനം ബഷി അവരുടെ വൈഫ് ഇട്ടൊരു വീഡിയോ ഏതോ ഒരാൾ എടുത്ത് റിയാക്ട് ചെയ്തതിൻ്റെ പിറകെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഓരോ ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്ത് അവസാനം ഈ ബഷീർ ബാസി എന്ന് പറയുന്ന ചേട്ടനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്തതിൻ്റെ പിറകെ ശരത്തേട്ടൻ വിളിച്ചു മാപ്പ് പറഞ്ഞു. അത് കൈസക എടുത്തിട്ട് വീണ്ടും വീഡിയോ ആക്കി ഇട്ടു. പിന്നെ ഇത് അവർ പരസ്പരം തമ്മിലുള്ള തല്ലായി. ഇപ്പോൾ ഈ ശരത്തേട്ടൻ ചെയ്തത് അതിനോട് ഞാൻ യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തമ്മിൽ യൂട്യൂബിൽ കിടന്ന് തല്ലുണ്ടാക്കിയോ എന്ത് വേണമെങ്കിലും ചെയ്യോ, പക്ഷേ ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അത് നമ്മളൊരു ഒരു കാര്യം പുള്ളിയോട് നേരിട്ട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനായിരുന്നു. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഖൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ അധികം സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ആ പുള്ളി ഇത് ട്രിവാൻഡ്രത്തിന്നാണ് ഒരു സ്ഥാപനത്തിലോട്ട് വിളിച്ചിട്ട് ഇന്നയാൾ അവിടെ വർക്ക് ചെയ്യുന്ന ഇന്നൊരാൾ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. ഇതേ കാര്യങ്ങൾ തിരിച്ച് വിളിച്ചിട്ടാണ് കൈസിക പറഞ്ഞിരുന്നതെങ്കിൽ ഈ ശരത്തേട്ടൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമായിരുന്നു. ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിച്ചിട്ടാണ് ഇങ്ങനെ രീതിയിൽ സംസാരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഇഷ്യൂ ആയിരിക്കാം, പക്ഷേ ഇത് കേട്ടിട്ട് അവരിത് വേറെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൈസൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നതാ. അവർ ഏത് രീതിയിലായിരിക്കും അവിടെയുള്ള സ്ത്രീകൾ കാണാൻ പോകുന്നത്. ചുമ്മാ ഒരു ദേഷ്യത്തിന് അല്ലെങ്കിൽ ഒരു വാശിക്ക് വിളിച്ചിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ജോലി പോയില്ലെങ്കിൽ അവർ മുമ്പോട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ളതാ. ഇപ്പോൾ കൈസിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പോൾ അത് വിശ്വസിച്ചൊന്നും വരത്തില്ല. പക്ഷെ പുതിയതായിട്ട് അവിടെ വർക്ക് വരുന്ന ആൾക്കാർ കാണാൻ പോകുന്ന രീതി അത് വേറെ ആയിരിക്കും. ഇത് വല്ലാത്ത വൃത്തികെട്ട പരിപാടിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞിട്ട് നിങ്ങൾ നമ്പർ തന്നില്ലെങ്കിൽ ഞാൻ ഓഫീസിലോട്ട് വരാം എന്നൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ പോകും, എന്നിട്ട് കേസ് ഫയൽ ചെയ്യും, എന്നിട്ട് സംസാരിക്കും. അല്ലാതെ ഇതുപോലെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും എന്തൊക്കെയോ തെളിവുകളായിട്ട് വരും എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. നോക്കാം. ശരി എന്നാൽ ടാറ്റാ.